ദക്ഷിണേന്ത്യയിലെ കേരളത്തിലെ കാസർഗോഡ് പട്ടണത്തിന് വടക്ക് 8 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് കുമ്പളയിലെ കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രം. വൈഷ്ണവ പാരമ്പര്യത്തിൽ നിലവിലുള്ള അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ദേവാലയം വാഴ്ത്തപ്പെടുന്നു. ബാലഗോപാലകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണശിലാവിഗ്രഹം ഇവിടെ ഒരു കുട്ടിയുടെ സവിശേഷതകളുള്ളതും കൃഷ്ണന്റെ വളർത്തമ്മയായ യശോദയെ പൂജിച്ചതുമാണ്. പ്രാദേശിക മതവിശ്വാസമനുസരിച്ച് ഈ വിഗ്രഹം ദ്വാപരയുഗത്തിൽ സർവശക്തനായ ശ്രീകൃഷ്ണൻ തന്നെ മഹർഷിക്ക് സമർപ്പിച്ചു. ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്ന സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. 10-ാം നൂറ്റാണ്ടിൽ കദംബ രാജവംശത്തിലെ ജയസിംഹ രാജാവാണ് ക്ഷേത്രം നവീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം കുമ്പളെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണം പോലും കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണയുടെ പേരിലായിരുന്നു. കുമ്പളയിലെ രാജാവിൻ്റെ യഥാർത്ഥ ഇരിപ്പിടമായിരുന്നു കണിപ്പുര ക്ഷേത്രം. പിന്നീട് അത് മായിപ്പാടിയിലേക്ക് മാറ്റി. ഇന്നും കുമ്പളയിലെയും ആരിക്കാടിലെയും കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും. അത് കഴിഞ്ഞ നാളുകളിൽ കുമ്പളയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കണിപ്പുര എന്നത് കണ്വപുരയുടെ ഒരു വ്യുൽപ്പന്നം മാത്രമാണ്. ഈ ക്ഷേത്രത്തിലെ ശ്രീ ഗോപാലകൃഷ്ണ മൂർത്തിയുടെ പ്രതിഷ്ഠ കണ്വ മഹർഷിക്ക് അവകാശപ്പെട്ടതാണ്. അവരിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ക്ഷേത്രത്തിന് കിഴക്ക് 2 മൈലിന് ഉള്ളിൽ കണ്ണൂർ എന്നും കണ്വ പീഠം എന്നും അറിയപ്പെടുന്നു തുടങ്ങിയ സ്ഥലനാമങ്ങളും മഞ്ചേശ്വരത്തിനടുത്തുള്ള പേജാവർ മഠത്തിലെ പ്രശസ്തമായ കണ്വ തീർത്ഥവും ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളിലെ ജനങ്ങളുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നു. ഈ ക്ഷേത്രവും ചുറ്റുമുള്ള സ്ഥലവുമായുള്ള കണ്വ മഹർഷിയുടെ ബന്ധത്തിലേക്ക് യശോദ പൂജിച്ചിരുന്ന ബാലഗോപാലകൃഷ്ണന്റെ പ്രതിമ പ്രതിഷ്ഠിച്ച ശേഷം മുനി തൻ്റെ കമണ്ഡലുവിൽ താൻ മുമ്പ് സംരക്ഷിച്ച മന്ത്രോദകം ഉപയോഗിച്ച് ദേവന് അഭിഷേകം നടത്തിയതായി സ്ഥലപുരാണ ഐതിഹ്യം അവകാശപ്പെടുന്നു. മന്ത്രോദകം ഒരു അരുവിയായി ഒഴുകി നദിയായി വളർന്നു ഒടുവിൽ ക്ഷേത്രത്തിൽ നിന്ന് വളരെ അകലെയല്ലാതെ പടിഞ്ഞാറൻ കടലിൽ ചേർന്നു. നദി കുംഭഹോൾ ആണ്. അതിനാൽ കുംഭിനി എന്നും അറിയപ്പെടുന്നു. ഈ പട്ടണവും കുമ്പള എന്ന് അറിയപ്പെടാൻ തുടങ്ങി. വിപുലമായ അറ്റപ്പണികളും പുനരുദ്ധാരണങ്ങളും നടത്തിയിട്ടുള്ള ഈ ക്ഷേത്രം കുമ്പള പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് അതിനു മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ഉയർന്ന കുന്നിൻ്റെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു. വടക്ക് ഭാഗത്ത് കുംഭദ്വാരമുണ്ട്. ശ്രീ മദനന്തേശ്വരനും മധൂരിലെ ശ്രീ വിനായകനും കുമ്പളയിലെ മുതിർന്ന രാജാവിൻ്റെ നിത്യാരാധനയുടെ പ്രതിഷ്ഠകളാണെങ്കിൽ പുരാതന കാലത്ത് കണിപ്പുര ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ പട്ടാഭിഷേകമോ നടക്കുമായിരുന്നു. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞസ്ത്വം പ്രസീദ മേ. രമാ രമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹി മേ